നിലമ്പൂർ വനമേഖലയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ മരിച്ചതായി സംശയം. പോലീസും മാവോയിസ്റ്റുകളും ഏറെ നേരം പരസ്പരം വെടിയുതിർത്തു. മാവോയിസ്റ്റുകൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. കെ ടി സ്വാലിഹ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നിലമ്പൂർ പടുക്ക വനമേഖലയിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായത്. 2 മണിക്കൂർ നേരം നീണ്ട വെടിവെപ്പ്, നേർക്കുനേർ നിന്ന് വെടിവെപ്പുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ മരിച്ചതായാണ് വിവരങ്ങൾ. എന്തായാലും പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ്, പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് പടുക്ക വനമേഖല. ഇവിടെ നേരത്തെ തന്നെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 4 മാസം മുൻപ് പടുക്ക വനമേഖലയിൽ മാവോയിസ്റ്റുകൾ ഒരു രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചതായി ഇന്റലിജൻസിന് വിവരമുണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള പരിശോധനകൾ കർശനമാക്കിയിരുന്നു. മാവോയിസ്റ്റ് നേതാവ് സോമനും സുന്ദരിയും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് പോത്തുകല്ല് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതെന്ന് വിവരമുണ്ട്. ഇവർ തന്നെയാണോ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല. മരിച്ചത് 3 പേരുടെ മരണം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. നേർക്കുനേർ വെടിവെപ്പുണ്ടായി എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തണ്ടർ ബോൾട്ടും അതുപോലെ പോലീസും ഒരുമിച്ച് ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു. മാവോയിസ്റ്റ് സംഘത്തിന് വേണ്ടിയുള്ള പരിശോധനകളായിരുന്നു. ഇന്ന് രാവിലെ മുതൽ പടുക്ക കോളനിയിൽ മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന തുടങ്ങിയത്. ഇതിനിടെ പോലീസിന് നേരെ ആദ്യം വെടിയുതിർത്തു എന്നാണ് കേൾക്കുന്നത്. തുടർന്ന് തിരിച്ചും വെടിവെപ്പ് നടന്നു. 2 മണിക്കൂർ നീണ്ട വെടിവെപ്പിനൊടുവിലാണ് മാവോയിസ്റ്റ് സംഘം തിരിഞ്ഞുപോയത്. ഇതിനിടെ പരിക്കേറ്റവരാണ് മരിച്ചിരിക്കുന്നത്. പോലീസുകാർക്കും വെടിവെപ്പിൽ പരിക്കുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉറപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. വെടിവെപ്പ് നടന്നിരിക്കുന്നു, നേർക്കുനേർ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്നത്. തീർച്ചയായും മരണം സംബന്ധിച്ച് സ്വാലിഹ് ഇപ്പോൾ സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. മരണം സംബന്ധിച്ച് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സംഭവങ്ങൾ കടന്നു പോകുന്നത്. കാരണം ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ സ്ഥിരം കേന്ദ്രം എന്ന് വിളിപ്പേരുള്ള സ്ഥലമാണ് നിലമ്പൂർ. അത് സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. തണ്ടർ ബോൾട്ടിന്റെ ഓപ്പറേഷൻ അത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഗൗരവതരമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന നേതാക്കൾ തമ്പടിക്കുന്ന പ്രദേശവുമാണ് ഇവിടെ. എത്രത്തോളം ഗൗരവതരമാണ് അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ, തുടർ സാഹചര്യങ്ങൾ? തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ട വനമേഖലയിൽ വളരെ നേരത്തെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. നിലമ്പൂര് ഇത്തരം സംഘങ്ങൾക്ക് കർണാടകയിലേക്കും അതുപോലെ തമിഴ്നാട്ടിലേക്കും കടക്കാനുള്ള മേഖലയായി ഈ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാനൊക്കെയുള്ള എളുപ്പം കണ്ട് തന്നെ ഈ പ്രദേശത്ത് വളരെ സജീവമായി മാവോയിസ്റ്റ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. ഇതിൽ ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ തലവനായ സോമനും സുന്ദരിയും തന്നെ ഈ പ്രദേശത്ത് നേരത്തെ എത്തിയിരുന്നു എന്ന ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇവര് കഴിഞ്ഞ 1 മാസം മുമ്പും ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ നടന്നതായി പോലീസ് പറഞ്ഞിരുന്നു. വെടിവെപ്പ് നടന്നിരുന്നു. പലതവണ നാട്ടുകാർ ഇത് കണ്ടതായി, ഇത്തരം സംഘങ്ങളെ കണ്ടതായി നാട്ടുകാർ പലതവണ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വിവരമാണ് ഇന്നും ലഭിച്ചത്. ഇതേ തുടർന്നാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. കൂടെ തണ്ടർബോൾട്ട് സംഘവും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഏതായാലും കേരളത്തിൽ മാവോയിസ്റ്റുകളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട വലിയ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു, മാവോയിസ്റ്റുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഗൗരവമായി തന്നെയാണ് ഇക്കാര്യം പോലീസ് ഉദ്യോഗസ്ഥരും കാണുന്നത്. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിലമ്പൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. കൂടുതൽ പോലീസ് സംഘത്തെ നിലമ്പൂർ വനമേഖലയിൽ വിന്യസിക്കാനുള്ള പ്രാഥമിക നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇവിടെ ലഘുലേഖകൾ വിതരണം ചെയ്യുക, അതുപോലെ ആദിവാസികൾക്കിടയിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുക,
ഇത് കുറച്ചുകൂടി വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുക, രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം പോലുള്ള വലിയ പരിപാടികൾ, സംഘടനാ പരിപാടികൾ വരെ കാടിനകത്ത് സംഘടിപ്പിക്കുക തുടങ്ങി മാവോയിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമായി തന്നെ നിലമ്പൂർ സമീപകാലത്ത് മാറിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ ഇതുവരെ പലതവണ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. ഒരു തവണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പോലീസ് സുരക്ഷയും പോത്തുകല്ലിൽ പ്രത്യേകിച്ച് നിലമ്പൂർ വനമേഖലയാകെ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കർശനമാക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ വെടിവെപ്പ് നടന്നിരിക്കുന്നു. അതിൽ 3 പേർ മരിച്ചിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മരിച്ചവർ ആരാണ്? ഇവർ മാവോയിസ്റ്റ് സംഘടനയുടെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് എന്ന ഒരു നിഗമനം, എന്ന ഒരു സൂചന പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ അത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തമായി പറയാനാവില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു വിശദീകരണം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അരുൺ, ഈ നിലമ്പൂരിലെ മുണ്ടക്കടവ് ആദിവാസി കോളനിയിലും നേരത്തെ ഇത്തരത്തിൽ പോലീസിന് നേർക്ക് വെടിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരിയ തോതിൽ ഏറ്റുമുട്ടൽ നടന്ന സാഹചര്യമുണ്ട്. ഇവിടെ സായുധ പോരാട്ടത്തിന് ഒരുങ്ങുന്നു തങ്ങൾ എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്ന ലഘുലേഖകളും കണ്ടെടുത്തിരുന്നു. അത്തരത്തിലൊക്കെ കൂട്ടി വായിക്കാമോ നിലവിൽ ഈ ഏറ്റുമുട്ടലിനെ? തീർച്ചയായും അരുൺ, ഈ മുണ്ടക്കടവ് കോളനിക്ക് തൊട്ടടുത്തുള്ള കോളനി തന്നെയാണ് പടുക്ക കോളനിയും. രണ്ടും ഇത് നിലമ്പൂരിൽ നിന്നും 30 കിലോമീറ്റർ വനത്തിനകത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുന്നതും മറ്റുമായി ബന്ധപ്പെട്ട ചില വലിയ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്ക് ആളുകളെ കടത്തിവിടാനും മറ്റുമുള്ള പ്രശ്നങ്ങളെല്ലാം നിലവിലുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ ചോലനായ്ക്കർ വിഭാഗം ആദിവാസികളുള്ള ഒരു മേഖല എന്ന നിലയിൽ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമായാണ് ഈ ഭാഗങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രത്യേകിച്ച് കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇവർക്കിടയിലാണ് ഇത്തരം സംഘങ്ങൾ, മാവോയിസ്റ്റ് സംഘങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ വന്ന് ക്ലാസുകൾ സംഘടിപ്പിക്കുക, അതുപോലെ സായുധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നിരുന്നത്. അതുപോലെ തൊട്ടടുത്തുള്ള കോറി മാഫിയകൾക്കെതിരെ, കോറി സംഘങ്ങൾക്കെതിരെയൊക്കെയാണ് ഈ മാവോയിസ്റ്റ് സംഘങ്ങൾ നേരത്തെ മുന്നോട്ട് വന്നിരുന്നത്. തുടർന്നാണ് പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് ഈ മാവോയിസ്റ്റ് സംഘം വന്നു. മുണ്ടക്കടവ് കോളനിയിൽ നേരത്തെ ഏറ്റുമുട്ടലുണ്ടായി. പോത്തുകല്ല് പോലീസ് സ്റ്റേഷന് നേരെയും ഒരു തവണ ആക്രമണം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഏറ്റുമുട്ടൽ പടുക്ക കോളനിയിൽ ഏറ്റുമുട്ടൽ തന്നെ നടന്നിരിക്കുന്നു. 30ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ കോളനിയാണ് ഈ പടുക്ക കോളനി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇന്ന് പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും പടുക്കയിലേക്ക് എത്തുന്നത്. എത്തിപ്പെടാൻ പോലും വലിയ നേരെ ട്രക്ക് സർവീസ് പോലും ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് പടുക്ക ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിപുലമായി പെട്ടെന്ന് പോലീസിനെ വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തണ്ടർബോൾട്ടിന്റെ സ്ഥിരം സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുപോലെ പോലീസ് നിരീക്ഷണവും മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ സാന്നിധ്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ പോലീസിനെ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. പോലീസിന് നേരെ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു സംഘം. പോലീസിന് നേരെ ആദ്യം വെടിയുതിർത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്നാണ് പോലീസ് തിരിച്ച് വെടിവെക്കുന്നത്. 2 മണിക്കൂർ നേരം ഇരു വിഭാഗവും നേരിട്ട് വെടിവെപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. 6 പേര് ഉൾപ്പെട്ട ഒരു സംഘമാണ്, മാവോയിസ്റ്റിന്റെ 6 പേർ ഉൾപ്പെട്ട ഒരു സംഘമാണ് ഇവിടെ എത്തിയിരുന്നത്. ഇതിൽ 3 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നു. അരുൺ, ഈ കേരള അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണോ? നേരത്തെ രക്തസാക്ഷി അനുസ്മരണവും മാർച്ച് പാസ്റ്റും ഒക്കെ ഇവിടെ നടക്കുകയും ചെയ്തിരുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് വളരെ ഗൗരവമായി സജീവമായി ഇവരുടെ ആശയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ലഘുലേഖകളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ടായിരുന്നു. ഈ തണ്ടർബോൾട്ടിന്റെ പ്രത്യേക ക്യാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ച സാഹചര്യം? ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതനുസരിച്ച് ഗൗരവതരമായി ഇതിനെ പരിഗണിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് സാഹചര്യം?
അരുൺ, മാവോയിസ്റ്റ് സംഘങ്ങൾ പശ്ചിമഘട്ടത്തിലൂടെയുള്ള യാത്രയിൽ പ്രധാന കേന്ദ്രമായി കണ്ടിരുന്നത് നിലമ്പൂരിനെയായിരുന്നു. നിലമ്പൂർ പെട്ടെന്ന് രക്ഷപ്പെടാനെല്ലാം സൗകര്യമുള്ള തരത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കും അതോടൊപ്പം തന്നെ കർണാടകയിലേക്കും പോകാനുള്ള സുഗമമായ പാതകളാണ്, കാട് വഴി രക്ഷപ്പെടാനുള്ള പാതകളാണ് മാവോയിസ്റ്റ് സംഘത്തിനുണ്ടായിരുന്നത്. പശ്ചിമഘട്ടത്തിൽ നീണ്ട പ്രവർത്തനത്തിന്റെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി നിലമ്പൂർ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ച മാവോയിസ്റ്റ് സംഘങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിടുന്നു. അതോടൊപ്പം ആന്ധ്രയിൽ നിന്ന് നേരെ എത്തുന്ന തമിഴ്നാട് ഭാഗത്തെ പരിശോധനകളും വലിയ കർശനമായതോടുകൂടെയാണ് കർണാടകയിലേക്ക് കൂടി കടക്കാവുന്ന സുഗമമായ ഒരു കേന്ദ്രം എന്ന നിലയിൽ മാവോയിസ്റ്റ് സംഘം നിലമ്പൂർ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇവരുടെ തന്ത്രപ്രധാന മേഖലയായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധനകളും നിരീക്ഷണവും പോലീസ് നേരത്തെ തന്നെ നടത്തി വരുന്ന ഒരു മേഖലയാണ്. വളരെ ഉൾപ്രദേശങ്ങളിൽ 30-40 കിലോമീറ്റർ ഉള്ളിൽ വരെ ജനവാസം മേഖലയായതുകൊണ്ട് തന്നെ പോലീസിന് പരിശോധനകൾക്കും മറ്റും ദൈനംദിനം പോയി വരാനുള്ള ഒരു സൗകര്യം മാത്രമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാവോയിസ്റ്റ് സംഘങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ പോലീസ് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നത്. തുടരുക. നമ്മുടെ പ്രതിനിധി PV കുട്ടൻ കൂടി നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുട്ടൻ, വളരെ ഗൗരവതരമായ ഒരു റിപ്പോർട്ടാണ്, ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ ചെറിയ തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ മരണം അല്ലെങ്കിൽ മരണസംഖ്യ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് മാവോയിസ്റ്റുകൾ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത സാഹചര്യം, തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കും എന്ന സായുധ വിപ്ലവത്തിന്റെ വ്യക്തമായ പാഠമാണ് അവർ നൽകുന്നത്. അതനുസരിച്ചുള്ള മരണമാണ് നിലവിലുണ്ടായത്. മാവോയിസ്റ്റുകളാണ് മരിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം, പ്രാഥമികമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് എങ്കിൽ പോലും മരണം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണാനാവുക? കുട്ടൻ, കേൾക്കാമോ? യെസ്, കുട്ടനിലേക്ക് തന്നെ മടങ്ങി വരാം. സ്വാലി, നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ്? മരണസംഖ്യ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അരുൺ, ഉച്ചയ്ക്ക് 12 മണിയോടെ പടുക്ക കോളനിയിൽ പോലീസിന് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് 3 പേർ കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മരിച്ചവർ 3 പേരും മാവോയിസ്റ്റുകളാണ് എന്നും പറയുന്നു. പോലീസിന് എന്തായാലും ഏറ്റുമുട്ടലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന ഒരു വിവരവും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. പോർത്തുഗലിലെ പോലീസും അതുപോലെ തണ്ടർബോൾട്ട് സംഘവും ഒരുമിച്ച് നടത്തിയ പരിശോധന നടത്തുകയായിരുന്നു. മാവോയിസ്റ്റ് സംഘങ്ങൾക്ക് നേരെ എത്തിയെന്നറിഞ്ഞ വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധന നടത്തുന്നതിനിടെയാണ് പോലീസിന് നേരെ വെടിവെപ്പ് ഉണ്ടാവുന്നത്. തുടർന്ന് തിരിച്ചും വെടിവെച്ചു. 2 മണിക്കൂർ നേരം നീണ്ട വെടിവെപ്പ് വനമേഖലയിൽ ഉണ്ടായി എന്ന് നാട്ടുകാരെല്ലാം, ഇതിന്റെ ശബ്ദം കേട്ടതായി നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തരത്തിൽ ഒരു ഏറ്റുമുട്ടൽ നിലമ്പൂർ മേഖലയിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നു. മാവോയിസ്റ്റ് സംഘത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി നിലമ്പൂർ നേരത്തെ തന്നെ മാറിയിട്ടുണ്ട്. അതെ സ്വാലിക്, തീർച്ചയായും മറ്റ് വിവരങ്ങൾ കൂടി നൽകാൻ കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നു. കുട്ടൻ, ഈ നിലമ്പൂർ ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ ആദ്യ സ്ഥിരം താവളമാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ നിലമ്പൂർ കാടുകൾ, വന അതിർത്തി, ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. തണ്ടർബോൾട്ടിന്റെ പ്രവർത്തനങ്ങളും അത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സായുധ വിപ്ലവം അവർ ആഹ്വാനം ചെയ്തു. ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നു. 3 പേർ മരിച്ചിരിക്കുന്നു എന്ന പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് കാണാനാവുക? അരുൺ, കഴിഞ്ഞ 4 വർഷമായി മലബാറിലെ വനമേഖലയിൽ വലിയ തോതിലുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മലപ്പുറം, നിലമ്പൂർ മേഖലയിൽ, അതുപോലെ തന്നെ പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളുടെ മലയോര മേഖലകൾ, വനമേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദ്യം 4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ പുളിങ്ങോത്താണ് ആദ്യമായി ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം തന്നെ കണ്ണൂർ ജില്ലയിലെ പല ആദിവാസി മേഖലയിലും വനമേഖലയിലും കാഞ്ഞിരക്കൊല്ലിയും പേരാവൂരും
ഉൾപ്പെടെയുള്ള പല മേഖലയിലും നിരന്തരം മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വയനാട്ടിലും നിലമ്പൂരിലും, പിന്നീടാണ് നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാവോയിസ്റ്റുകൾ ആരംഭിച്ചത്. അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള ചില ഏറ്റുമുട്ടലുകൾ നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ പ്രാദേശിക പ്രദേശവാസികളെ കുട്ടൻ വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ്. ദേവരാജും ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ദേവരാജും അജിതയുമാണ് മരിച്ചവരിൽ ഉൾപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട മേഖലയുടെ പ്രത്യേക ഓപ്പറേഷൻ ചുമതല ഈ ദേവരാജനായിരുന്നു. സായുധ പരിശീലനം നൽകിയിരുന്നത് ദേവരാജാണ്. ഈ ദേവരാജാണ് മരിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണത്. അരുൺ, ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായി ഈ മേഖല മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കാരണം ആന്ധ്രാപ്രദേശിൽ നിന്നുൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളാണ് ഇവിടെ പ്രവർത്തന കേന്ദ്രമാക്കിയിരിക്കുന്നത്. ഇവരുമായാണ് ഇപ്പോൾ കേരള പോലീസ് അതുപോലെ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഏറ്റുമുട്ടൽ നടത്തിയതും അതിൽ 3 പേർ കൊല്ലപ്പെട്ടതായുള്ള അനൌദ്യോഗിക വിവരങ്ങൾ വരുന്നതും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലെ ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം വനമേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇവർ തമ്പടിച്ചുവെന്നും ഇവരുടെ സ്വാധീന കേന്ദ്രങ്ങളായി എന്ന് വേണം നമുക്ക് കരുതാൻ. നേരത്തെയും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അത്തരം വിവരങ്ങൾ പോലീസ് നൽകിയപ്പോൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റുമുട്ടലിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം ലഭിക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. നേരത്തെ രൂപേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ മാവോയിസ്റ്റ് സംഘം നടത്തിയിരുന്നത്. അതെ, തീർച്ചയായും ഈ ശങ്കർ മഞ്ജു എന്ന അപരനാമത്തിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അതായത് മാവോയിസ്റ്റ് നേതാവും ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഈ രൂപേഷിന്റെ അറസ്റ്റിന് ശേഷമാണ് ഇയാൾ നിലമ്പൂർ കാടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിച്ചത്, ഈ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. അയാളാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുട്ടൻ, അരുൺ, രൂപേഷ് പിടിയിലായതോടുകൂടി ഈ മേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വിരാമമാകുമെന്നായിരുന്നു പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. അത്തരത്തിലുള്ള കാരണം ആ ഘട്ടങ്ങളെല്ലാം തന്നെ നിരന്തരമായി വിവരങ്ങൾ വന്നിരുന്നതും അതുപോലെ തന്നെ നിരന്തരമായി ഈ മാവോയിസ്റ്റ് സ്വാധീനം ഉണ്ടായി, അത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം രൂപേഷ് ഉൾപ്പെടെയുള്ള സംഘമാണ് പോയിരുന്നത് എന്നാണ് പോലീസിന്റെ പൊതുവെ ഉണ്ടായിരുന്ന ഒരു നിഗമനം. രൂപേഷ് അറസ്റ്റിലായതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പതിയെ ഇല്ലാതാകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. രൂപേഷിന് ശേഷവും പുതിയ ശക്തി കേന്ദ്രങ്ങൾ മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിക തന്നെയാണ് ഇന്നത്തെ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. മറ്റ് വിശദാംശങ്ങളെല്ലാം ആ മേഖലയിൽ നിന്നും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അരുൺ, തീർച്ചയായും വളരെ പെട്ടെന്ന് മടങ്ങിവെത്താം. ഒരു ഇടവേള കൂടി അനിവാര്യമാകുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ വനമേഖലകളിൽ ഏറ്റുമുട്ടൽ നടന്നു. പോലീസും മാവോയിസ്റ്റുമായി ഏറ്റുമുട്ടൽ നടന്നു. 3 പേർ മരിച്ചിട്ടുണ്ട്. മരിച്ചതിൽ മുതിർന്ന മാവോയിസ്റ്റ് നേതാവും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കമാൻഡിംഗ് അതായത് പ്രത്യേക സായുധ പരിശീലനം നൽകുകയും ചെയ്ത കുപ്പു ദേവരാജ് എന്നറിയപ്പെടുന്ന അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമാണ് നിലവിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശരിയാണെങ്കിൽ നമുക്ക് പറയാനാവുക. ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, കൊല്ലപ്പെട്ടതിൽ അവരുടെ മുതിർന്ന നേതാവ് കുപ്പു ദേവരാജ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. ഈ ഓപ്പറേഷൻസിനൊക്കെ ഹെഡ് ചെയ്യുന്നത് ഈ കുപ്പു ദേവരാജാണ്. ഒപ്പം രൂപേഷിന്റെ അറസ്റ്റിന് ശേഷമാണ് കർണാടകത്തിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും നിലമ്പൂർ കാടുകൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. എന്താണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അരുൺ, 3 പേര് മരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ 2 പേർ ദേവരാജും അജിതയും ഉൾപ്പെടെ മരിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ദേവരാജ് അരുൺ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. രൂപേഷിന്റെ മരണത്തെ തുടർന്നാണ് ദേവരാജിന്റെ പ്രവർത്തനം, അദ്ദേഹം ശങ്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, പ്രവർത്തനം നിലമ്പൂർ കാടുകളിൽ കേന്ദ്രീകരിക്കുന്നത്. ഇവരുടെ ആയുധ പരിശീലനമെല്ലാം നൽകിയിരുന്നത് ദേവരാജ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിലെ മുതിർന്ന നേതാവ് തന്നെയാണ് ദേവരാജ്. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസുമായി 2 മണിക്കൂറിലധികം നേരം നീണ്ട വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. 12:30
പടുക്ക കോളനിയിലായിരുന്നു. നിലമ്പൂർ പടുക്ക കോളനിയോട് ചേർന്നാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ ഉള്ളിലാണിത്. പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് പോലീസും തണ്ടർബോൾട്ട് സംഘവും നടത്തുന്ന പരിശോധനയ്ക്ക് നേരെ മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തത്. തിരിച്ച് പോലീസും വെടിവെക്കുകയായിരുന്നു. ഇതിലാണ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഇവരായിരുന്നു. ഇതിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരുന്നു. തുടരുക. നിലമ്പൂർ MLA PV അൻവർ അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ PV അൻവർ, താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ? നമുക്ക് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അതേ വിവരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായിരുന്നു. അപ്പൊ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യം അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് ജനങ്ങൾ സംശയിച്ചിരുന്നു. അപ്പോൾ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യത്തോടുകൂടി തീർച്ചപ്പെടുകയാണല്ലോ. അതെ അതെ. ഈ നിലമ്പൂരിലെ മുണ്ടക്കടവ് ആദിവാസി കോളനിയിൽ നേരത്തെയും ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടന്നതല്ലേ? അല്ല, ഏറ്റുമുട്ടൽ നടന്നതാണ്. എന്നാൽ പോലും ജനങ്ങൾക്ക് അതൊക്കെ പറയപ്പെടുന്ന പോലെ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള നിലമ്പൂർ നിവാസികളെ സംബന്ധിച്ചൊരു സംശയം തന്നെയായിരുന്നു. അത് ആ ഒരു കാര്യമാണ് ഇപ്പൊ വ്യക്തമാക്കപ്പെട്ടത്. മാവോയിസ്റ്റുകളുടെ സജീവ സാന്നിധ്യം ഈ മലബാരങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു വാസ്തവം അതിപ്പോ പുറം ലോകം കൃത്യമായും അത് പറയുകയാണ്. അതെ അതെ. അത് മാത്രമല്ല, ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട അവരുടെ ദക്ഷിണേന്ത്യയിലെ സ്ഥിരം താവളം തന്നെ അവർ നിലമ്പൂരിലാണ് സ്ഥാപിച്ചത് എന്ന നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവരുടെ രക്തസാക്ഷി അനുസ്മരണം നടന്നിരുന്നു. നിരവധി പാംപ്ലെറ്റ്സ്, ഈ ലഘുലേഖകളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ക്യാൻവാസിംഗ് ഒക്കെ ആദിവാസികൾക്കിടയിൽ നടത്തിയിരുന്നില്ലേ? എങ്ങനെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനാവുക? ഇല്ല, നമുക്ക് പ്രത്യേകമായിട്ട് ഒരു വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഫയറിംഗ് നടന്നു, ഇത്ര ആളുകൾ മരിച്ചു എന്നുള്ള ഒരു വിവരം മാത്രമാണ് DFOന്റെയും പോലീസിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. മറ്റു പുതിയതായിട്ടുള്ള സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളൊന്നും വന്നിട്ടില്ല. നമ്മളതിന് വാർത്തകൾക്ക് വേണ്ടി വിവരം അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഭരണകൂടത്തെ സായുധ പോരാട്ടത്തിലൂടെ വെല്ലുവിളിക്കുക എന്ന വളരെ ഗൗരവതരമായ പ്രക്രിയ അവർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. പക്ഷേ ഈ ഏറ്റുമുട്ടൽ, മരണം എന്നതൊക്കെ കേൾക്കുന്നത് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം ഇതാദ്യമായാണ്. അത് വളരെ ഗൗരവതരമായി, ഈ വാർത്തയുടെ സാഹചര്യങ്ങളെ വളരെ ഗൗരവതരമായി കാണേണ്ടതുണ്ട്. അങ്ങനെ കൂടി എങ്ങനെയാണ് താങ്കൾ കാണുന്നതിനെ? അല്ല, തീർച്ചയായിട്ടും അത് ഗൗരവതരം തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ, കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രദേശം മലമ്പ്രദേശമാണ്. മാത്രമല്ല വയനാട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആദിവാസികൾ താമസിക്കുന്ന ഉൾവനങ്ങളിൽ ഒരുപാട് സെറ്റിൽമെന്റ് കോളനികളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ജനങ്ങൾക്ക് എത്തിപ്പെടാനും പോലീസിന് എത്തിപ്പെടാനും ഒരുപാട് പ്രയാസമുള്ള കേന്ദ്രങ്ങളാണ്. അത്തരം കേന്ദ്രങ്ങളിൽ ഇവർ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. അവരുടെ സാന്നിധ്യം ഇതോടുകൂടി ഉറപ്പാകുന്നതോടുകൂടി പോലീസും ഇന്റലിജൻസും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകണം എന്നതിന്റെയൊക്കെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവം. അതെ. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൂടെ തേടിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് വളരെ സജീവമായി ഈ വിഷയത്തിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അവരെ സംബന്ധിച്ച്, മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ ചുവപ്പ് ഇടനാഴികൾ ഏറ്റവും ശ്രദ്ധേയമായ പ്രദേശം എന്നുകൂടിയാണ് ഇതിനെ കരുതുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് അത്തരത്തിൽ ഉണ്ടായിരുന്നു. തണ്ടർബോൾട്ടിന്റെ പ്രത്യേക സംഘങ്ങളെ തന്നെ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ ചില മേഖലകൾ, നിലമ്പൂരിലെ ഉച്ചക്കുളം, പുഞ്ചക്കൊല്ലി, പാട്ടക്കരിമ്പ്, മുണ്ടക്കടവ് എന്നീ ആദിവാസി കോളനികളിൽ അവരുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ അവർ പറയുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതിലെന്താ വെച്ചാൽ ഇവിടുന്ന് പെട്ടെന്ന് അവർക്ക് തമിഴ്നാട്ടിലേക്ക് പാസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. കേരള ഫോറസ്റ്റും തമിഴ്നാട് ഫോറസ്റ്റും ബൗണ്ടറി ഏകദേശം അവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു 10-20 കിലോമീറ്റർ മല കയറിയാൽ പിന്നെ തമിഴ്നാടാണ്. അപ്പൊ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ അവർക്ക് പബ്ലിക്കിൽ വരാതെ തന്നെ വനാന്തരങ്ങളിലൂടെ തന്നെ അവർക്ക് കണ്ടുമുട്ടാനും ചർച്ച നടത്താനും അവരുടെ കാര്യങ്ങൾ നീക്കാനും എളുപ്പം കൂടിയുള്ള ഒരു പ്രദേശമാണിത്. വളരെ നന്ദി ശ്രീ PV അൻവർ ഈ അവസരത്തിൽ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വളരെ ഗൗരവതരമായ വാർത്തയാണ് നിലമ്പൂരിലെ വനമേഖലകളിൽ നിന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 3 പേർ മരിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ. അതിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവും ആയ കുപ്പു ദേവരാജ് അടക്കമുള്ളവർ ഉണ്ട് എന്ന വാർത്ത കൂടി ലഭിക്കുന്നു. KT സ്വാലിഹ് ഒപ്പം PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.